ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്തോട്ട് പോയതാണ്. ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, അങ്ങനെ പോയതാണ്. അപ്പം നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിക്കട്ടെ. ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുന്ന റോഡാണ്. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വലിയ മെമ്മറിയാണ്. എന്നെ ഇങ്ങനെയൊക്കെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പം ഈ നാടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അവിടെയാണ് അന്ന് ഈ മതിലൊന്നും ഇല്ല. അതായത് നോക്കേ, വലിയൊരു കാടും. അപ്പൊ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, റബ്ബേ ഇതേതോ ഒരു കാട്ടിലാണല്ലോ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഇവിടെയൊക്കെ ദാ കുറേ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ വലിയ കാട് കണക്കായിരുന്നു കേട്ടോ. ഏതോ വനത്തിനകത്തൂടെ പോകുന്ന കണക്കായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പേടിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിലേ പോകുമ്പോൾ ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കും. വലിയ കാട് കണക്കാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വർക്കലക്കാർക്കൊക്കെ അറിയാമായിരിക്കും. ഇതിൻ്റെ പേര് കണ്ണാശ്രമം എന്നാണ്. എന്താ ഇക്ക പറയും, കണ്ണോ മഹർഷി കാലുകുത്തിയ എന്താ പാറയൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യം ഉണ്ടെന്നൊക്കെ പറയും. അപ്പം അതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് വർക്കല മിഷൻ ഹോസ്പിറ്റലിലാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടറില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് എന്തായിരുന്നെന്നറിയോ ജോലി. ഇതാണ് ഞങ്ങളുടെ വീട്. ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ മുകളിൽ ഒരു തട്ടുണ്ട്. ആ പുരയിടത്തിലാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറി കുറേ നാളായിട്ട് അവിടെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ദിവസവും കയറി 10 കമ്പ്, അതായത് മരക്കമ്പ്, നിങ്ങൾക്കറിയാം മരച്ചീനിയുടെ കമ്പിടും. അപ്പോൾ അവിടെ കുറേ നമ്മൾ വൃത്തിയൊക്കെ ആക്കി, ഉണക്കൊക്കെ ആയപ്പോഴത്തേക്ക് വൃത്തിയാക്കി, അല്ലെങ്കിൽ ഭയങ്കര പാമ്പിൻ്റെയും പട്ടിയുടെയൊക്കെ ശല്യം. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ വൃത്തിയാക്കി എന്നിട്ട് ഇക്ക ദിവസം കുറച്ച് മരക്കമ്പ് വീതം വയ്ക്കാറുണ്ട്. രാവിലെ കയറി മക്കളൊക്കെയും കൂടെ കയറി അവിടെയൊക്കെ കുറേ തീയൊക്കെ ഇട്ട്. അങ്ങോട്ടൊക്കെ മുമ്പ് വീടുകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അവിടെ ഒരുപാട് വീടൊക്കെ ആയി. ഇപ്പം ആളും അനക്കമൊക്കെ ആയി. മറ്റേ നമുക്ക് കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാര്യം അവിടെ ഒരുപാട് പാമ്പിൻ്റെയൊക്കെ ശല്യമാണ്, എപ്പോഴും കാണും. നാളൊരു ദിവസം രാത്രി തന്നെയൊക്കെ നോക്കിയപ്പോൾ അവിടെ പാമ്പ് കിടക്കുന്നു. അങ്ങനെ ഇവിടെയൊക്കെ ഒരുപാട് ശല്യമുണ്ട് കേട്ടോ പാമ്പിൻ്റെ. ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പം ആ മോൻ വെള്ളമൊക്കെ ആയിട്ട് വരുമായിരുന്നു. കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ടു തന്നു. ഞാനവിടെ നോക്കിയിരിക്കുക കേട്ടാ. മിക്ക ദിവസവും പോയി ഒരു 10 കമ്പ് വെച്ചങ്ങ് നടും. നമുക്കൊന്നുമില്ലെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പം ചീനി കഴിക്കാമല്ലോ. ഇവിടെയൊക്കെ ചീനി എന്നല്ല പറയുന്നത് കേട്ടാ, കിഴങ്ങ് എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ നാട്ടിലൊക്കെ മരച്ചീനി, ചീനി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു പോത്തൊക്കെ വയ്ക്കുന്നുണ്ടാ. അപ്പം അപ്പുറത്തെ ഉമ്മായൊക്കെ ഒന്ന് സംസാരിക്കും. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചെടുത്തൊക്കെ കുറേശ്ശെ കമ്പൊക്കെ നട്ട്, ഇത് പട്ട് കയറി കിടക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ കുറേ ഇതൊക്കെ എടുത്ത് പറക്കിയൊക്കെ വയ്ക്കും. കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ കൊണ്ട് നമ്മൾ ഒരു 10 കമ്പ് ഇതൊക്കെ വെച്ചിട്ട് അവിടെ വരുന്നുണ്ടോ നമ്മുടെ പുരയിടം കേട്ടോ. കുറേ പൈനാപ്പിളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. പക്ഷേ എന്ത് കയ്യാ, ഞങ്ങൾക്ക് കിട്ടാറില്ല. ചിലപ്പോഴെങ്ങനെ ഒരെണ്ണം കിട്ടിയാലായി. ഇങ്ങനെ തുറന്ന് കിടക്കുന്ന പുരയിടം ആയതുകൊണ്ടേ നമ്മളങ്ങനെ മുകളിലോട്ട് കയറത്തുമില്ല. അങ്ങനെ ഇരുന്ന് സന്ധ്യയായി. സന്ധ്യയായപ്പോൾ പിന്നെ കൊതുകിൻ്റെ ശല്യമൊക്കെ കൂടി. ഇക്ക പെട്ടെന്ന് കമ്പൊക്കെ വെച്ച്, അതിൻ്റെ ഇടയിൽ കമ്പൊക്കെ വെട്ടാൻ പോയായിരുന്നു. കമ്പ് വെച്ചിട്ട് ഇനി അത് പട്ടി കയറി കിടക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓലയും മടലും ഒക്കെ പറക്കി വെച്ചിട്ട് വേണം ഇനി താഴെ പോകാൻ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ താഴെ പോയി. ഇന്നതായിരുന്നു നമ്മുടെ ഡ്യൂട്ടി. ഇനി പോയിട്ട് വേണം ഇനി വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ. അപ്പം ഓക്കെ, ബൈ ബൈ. ഇനി